ആലപ്പുഴയിൽ കുട്ടനാടിൻ്റെ മടിത്തട്ടിൽ കായലിനോട് അഭിമുഖീകരിച്ച് നിൽക്കുന്ന നല്ലൊരു പള്ളി, നമ്മുടെ സ്വന്തം പള്ളി. എവിടെയാ? സെന്റ് മേരീസ് ഫൊറോന പള്ളി, പുളിങ്കുന്ന്. അത് മാത്രമല്ല പ്രത്യേകത, നമ്മുടെ ദക്ഷിണേന്ത്യ മുഴുവൻ നെഞ്ചിലേറ്റ ഒരുപാട് സിനിമകൾ, മലയാളം മാത്രമല്ല തമിഴിലും തെലുങ്കിലും അടക്കം ഇഷ്ടം പോലെ സിനിമകൾ ചിത്രീകരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങൾ നടന്നുപോയ വഴിയാണിത്. ആ കാഴ്ചകൾ കാണാം. ഈ പള്ളിയും കായലുമൊക്കെ നമുക്കേറെ പരിചയമുള്ള ഇടങ്ങളാണല്ലേ. വർഷങ്ങളുടെ ചരിത്രമുറങ്ങുന്ന ദേവാലയം എന്നതിനപ്പുറം ഈ പ്രദേശം ശ്രദ്ധ നേടിയത് ഇവിടെ ചിത്രീകരിച്ച സിനിമകളിൽ കൂടിയാണ്. വിണ്ണൈത്താണ്ടി വരുവായ മുതൽ നരിവേട്ട വരെ പ്രകൃതിയുടെ സൗന്ദര്യം ഒപ്പിയെടുത്തു. വിണ്ണൈത്താണ്ടി വരുവായ എന്ന ഒറ്റ ചിത്രം മതി ഈ പള്ളിയും വഴികളും ഓർത്തെടുക്കാൻ. ജെസ്സിയും കാർത്തിക്കും പ്രേക്ഷകരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും പോലെ ഈ ഇടവും അതിൻ്റെ മനോഹാരിതയും മനസ്സിൽ മായാതെ ഉണ്ടാകും. തിയേറ്ററുകളിൽ ചിരിപ്പൂരമൊരുക്കിയ സൗണ്ട് തോമയിലും ഈ പള്ളിമുറ്റവും നാട്ടിടവഴികളും നമ്മൾ കണ്ടിട്ടുണ്ട്. കുട്ടനാടൻ മാർപ്പാപ്പയുടെ ചിത്രീകരണവും ഈ വഴിയിൽ വെച്ചായിരുന്നു. നരിവേട്ടയിലെ മിന്നൽവള എന്ന ഗാനത്തിൻ്റെ സൗന്ദര്യം ഈ നാട് ഇരട്ടിയാക്കി. പിന്നെ ദുൽഖറിൻ്റെ പട്ടം പോലെ അടക്കം നിരവധി ഹിറ്റ് ചിത്രങ്ങളിലെ സീനുകൾ ഈ പള്ളിമുറ്റത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. സെൻട്രൽ കുട്ടനാടിൽ നിൽക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ്. അമ്പലപ്പുഴ രാജ്യം, അവിടെ ചെമ്പകശ്ശേരി രാജാവ് വളരെ പ്രജാവത്സരനായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ സഹായത്തോടു കൂടിയൊക്കെ ഈ പള്ളിയുടെ നിർമ്മാണത്തിന് സഹായമായി എന്നാണ് ചരിത്രം. അങ്ങനെ 1557 പള്ളിക്ക് ആദ്യമായി പള്ളി സ്ഥാപിച്ചു. ഇനിയും ഒരുപാട് സിനിമകളിൽ ലൊക്കേഷനായി ഈ പള്ളിയും വഴികളും ഇവിടെ തന്നെ ഉണ്ടാകും.